ഈ സലഫിങ്ങൾ ഓരോരോ അവസ്ഥ. പരിശുദ്ധ റമദാൻ തിങ്കളുടെ തറാവീഹി നിസ്കാര 8 റക്അത്ത് മാത്രം ഉള്ളേൻ്റെ വാദിച്ചാറ്. കുറേ പള്ളിയിലെല്ലാം മനുഷ്യന്മാർ സാമാന്യ സലഫിങ്ങ സലാം 8 റക്അത്ത് സലാം വീട്ടി എനിക്ക് മെല്ലെ ഇങ്ങനെ എഞ്ച പോയോ ഇന്നാർ. പിന്നെ ചെമ്മ ആൽമാർ കൊന്തൈത്ത് ഈ 8 റക്അത്തുണ്ടുള്ളത് സമല്ല, 20 റക്അത്തുണ്ട് 8 റക്അത്തുണ്ടിലേക്ക് പ്രമാണ ഇല്ല എന്ന് ചെമ്മ ആൽമാർ കൊന്തായിട്ടും എത്രമാ ആൽമാർ 308 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്നെങ്ക പിന്നെ 20 റക്അത്ത് നിസ്കരിക്കാൻ തുടങ്ങിയാർ. ആ സക്കരിയ സ്വലായി സലഫിങ്ങനെ നേതാവല്ലേ, അയാളെ പ്രസ്താവന കണ്ടില്ലേ? 8 റക്അത്തുണ്ടുള്ളത് തപ്പിപ്പോയത് അത് സമല്ലാണ്ടുള്ളത് അങ്ങനെ വ്യക്തമായിട്ടൊന്നുമില്ല. അയാൾ അങ്ങനത്തെ ഒരു സ്വഭാവം എന്ത് ഒരു വിഷയം ഗൊന്തായെങ്കിൽ ഒന്ന പിന്നെ ആ വിഷയം തർക്കിക്കാല മുണ്ടാന്തയിക്കും, അതല്ലെങ്കിൽ അതിനെ വ്യക്താക്കും. ഇങ്ങനൊരു സ്വഭാവ ആ സക്കരിയ സ്വലായിക്കുന്നത്. അതിൽ മറിച്ച് പോയിട്ട് ഏതോട്ടെ ഈ ഫൈസൽ മൗലവിയുടെ കണ്ടില്ലേ, ഒരു വിഷയം ഗൊന്തായെങ്കും അർത്ഥായെങ്കും വ്യക്തായെങ്കും അത് തിരിച്ചിട്ടും മറിച്ചിട്ടും ചരിച്ചിട്ടും കളവ് ചൊന്നിട്ടായെങ്കും ദുർവ്യാഖ്യാനാക്കിയിട്ട് എങ്ങനെങ്കാക്കിയിട്ട് സമർത്ഥിക്കോ പേച്ചാടുക അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല ಅಂತ ആറുക സക്കരിയ സ്വലായി. ഒരു വിഷയം ഗൊന്തೈತಿ വ്യക്തമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നാതൊരു പക്ഷെ മನೆ ಮುಂಡ್ಯೋ ಇಲ್ಲ ಅಂತ അങ്ങനത്തെ ഒരു നല്ല സ്വഭാവം എന്തായാലും. ഏതായാലും തറാവീഹ് 8 റക്അത്തുള്ളേക്ക് ഈ സലഫി മൗലവിമാർ ഒരു ഹദീസ് കൊണ്ടാറ്. കൊനണ്ടേ ആ ഹദീസ് എന്തിനേ കൊനണ്ടേ? തറാവി 8 റക്അത്തിൻ്റെ ഉള്ളിലേക്ക് കൊനണ്ടേ സ്വഹീൽ ബുഖാരിയുടെ ഒരു ഹദീസ്. ആ ഹദീസ് നിങ്ങൾക്ക് ഓതുക. മാക്കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാക്കാന നബി തങ്ങ ആയിട്ടില്ല ಅಂತ യസീദു ಯಾರ ಆಕಡಾಲ ಆಯ್ತಿಲ್ಲ ಅಂತ ഫി റമളാന റമളാൻ തിങ്കളിൽ വലാ ഫി ഗൈരി റമളാൻ അല്ലാത്ത തിങ്കളിലും അലാ 11 റക്അത്തൻ 11 റക്അത്തരാൻറ്റി ಯಾರಾക്കിയോണ്ടില്ല ಅಂತ റമളാൻ ഇല്ല ಅಂತ റമളാൻ അല്ലാ തിങ്കളും ഇല്ല. ഇതായിട്ട് ഇവിടെ ഹദീസ്. ഈ ഹദീസ് ഇത്രമല്ല, ഇതിൽ ബാക്കിയുണ്ട്. പിന്നെ ഞാനത് ഓതറേ വേണവിടെ ഞാൻ ഓതുകൊണ്ടത് ബാക്കി ഓതറേ ഇൻഷാ അല്ലാ. ഏതായാലും ഈ ഹദീസ് നോക്കൂ, ഈ ഭാഗം അങ്ങ് തെളിവ് പിടിക്കുക. ഈ ഭാഗമായിട്ട് സലബിങ്ങ് തെളിവ് പിടിക്കരുത്. എന്തിലേക്ക് തെളിവ് പിടിക്കരേ? തറാവീഹ് 8 റക്അത്തുള്ളിലേക്ക് തെളിവ് പിടിക്കരുത്. സത്യത്തിൽ ഈ ഹദീസിൽ 8 റക്അത്തും ഇല്ല, തറാവീഹ് നിസ്കാറാണ്ടും ഇല്ല. രണ്ടും ഈ ഹദീസിലില്ല. 8 റക്അത്ത് ഈ ഹദീസിലുണ്ട ഇല്ല, തറാവീഹ് നിസ്കാരമുണ്ട് ഈ ഹദീസിൽ അതുമില്ല. രണ്ടും ഈ ഹദീസിലില്ല. അപ്പം ഇങ്ങെന്താക്കിയാറ് ഇങ്ങനെ ഇപ്പം തറാവി 8 റക്അത്തിന് ഒപ്പിക്കണം. ഇപ്പം അങ്ങനെ എന്താക്കിയ വെച്ചെന്നെങ്കിൽ തറാവീഹിയുടെയും വിത്തറുടെയും ജോയിൻ്റ് ആക്കിയാറ്. ഈ തറാവീഹിയുടെ വിത്തറിനും ജോയിൻ്റ് ആക്കിയാറ്. അതെങ്ങനെ? 8 റക്അത്ത് തറാവീഹിൻ്റെ വെച്ചാറ്, 3 റക്അത്ത് വിത്തറിന് വെച്ചിട്ട് 11 റക്അത്ത് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഹദീസിൽ അങ്ങനെ ഉണ്ടാ? 8 റക്അത്ത് തറാവി 3 റക്അത്ത് വിത്തറിന് അങ്ങനെ ഉണ്ടാ? എന്നല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 7 റക്അത്തിലാണ്ട് കൊറോടി വിത്ര നിസ്കരിച്ചിട്ടില്ലാണ്ട് വേറെ അബൂദാവൂദ് റിപ്പോർട്ടാക്കടെ, അതുപോലെ അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ടാക്കടെ, മുസ്നദിലെല്ലാം ഉണ്ട്, അത് ബൈഹക്കിയിലെല്ലാം ഉണ്ട്. അപ്പോൾ ഏതോട്ടെ അത് ഞാൻ ഇപ്പോൾ വേണ്ട. അപ്പോൾ ഇങ്ങെന്താക്കിയാറ് ഇതിലെ അഡ്ജസ്റ്റ് ആക്കിയാറ്. എങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയേ? 8 റക്അത്ത് തറാവീഹ് ഉണ്ടും 3 റക്അത്ത് വിത്തർ ഉണ്ടും. തറാവീഹ് നിസ്കാരം 8 റക്അത്തിൻ്റെ ഉള്ളിൽ കൊടന്ന ആ ഹദീസിൽ അതിന് 8 റക്അത്ത് ഉണ്ടും ഇല്ല, അത് തറാവീഹിൻಟು ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രമാണ റെഡിയാക്കുവാനായിട്ട് 2 നിസ്കാരത്തെ ജോയിൻ്റ് ആക്കിയിട്ട് 8 റക്അത്തിക്ക് പ്രമാണ ചെന്നിട്ട് കൊടനാർ നോക്കറോ. ഒന്നാമതായിട്ട് അതിൽ 8 റക്അത്തും ഇല്ല, പിന്നെ തറാവീഹ് നിസ്കാരാണ്ടും അതിലില്ല. ഇനി രണ്ടാമത്തെ വിഷയം, ഇതേ ഹദീസ് ഈ ഹദീസ് തറാവീഹ് നിസ്കാരത്തുള്ള പ്രമാണാണ്ടായെങ്കിൽ തറാവീഹ് നിസ്കാര കാലി റമദാൻ തിങ്കളിൽ മാത്രമല്ല ബാക്കിയുള്ള തിങ്കളിലും ഉണ്ടോ ഉണ്ട് വെക്കണം. അത് ഏത് സാമാന്യ ബുദ്ധിക്കും വ്യക്തമാവും അർത്ഥവും അങ്ങനെ വെക്കണമുണ്ട്. കാരണം നോക്കറോ, ഈ ഹദീസിൽ എങ്ങനെ ഉള്ളേ? മാക്കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി. റമളാനിലും യാറാക്കിയിട്ടില്ല, റമളാൻ അല്ലാത്ത തിങ്കളിലും യാറാക്കിയിട്ടില്ല. റമളാൻ അല്ലാ തിങ്കളിലും 11 റക്അത്ത് 2 യാറാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഹദീസ് തറാവി നിസ്കാരത്തെക്കുറിച്ച് ചൊല്ലി വന്ന ഹദീസ് ഉണ്ടായെങ്കിൽ തറാവി നിസ്കാരം റമളാനിലും വേണോ റമളാൻ അല്ലാത്തതിലും വേണ്ടേ? ഇത് ആരും വ്യക്താവില്ലേ? അതുകൊണ്ടല്ലേ കുറേ ആൾമാർ തറാവി നിസ്കാരം 8 റക്അത്തുണ്ടല്ലോ മൗലവിമാർ ചൊന്ന് സമല്ലാണ്ട് സലഫിങ്ങമേ അങ്ങനെ യൂട്ടേണാക്കോ. കാരണം എന്തേ ഈ ഹദീസ് വെക്കുന്ന ആറ് വ്യക്തല്ലേ? തറാവി നിസ്കാരം റമളാനിൽ മാത്രമല്ലേ? ഈ ഹദീസ് അനുസരിച്ച് റമളാനിലും ഉണ്ട്, റമളാൻ അല്ലാത്ത തിങ്കളും വെക്കണാവൂ. അത് ആറ് വ്യക്തല്ലേ? ജണ്ട്. മൂന്നാമത്തെ ഈ ഹദീസ് പിന്നെ തറാവി നിസ്കാരത്തെക്കുറിച്ചല്ല ചൊല്ലോ. മൂന്നാമത്തെ കാരണം ഇതേ ഹദീസിനെ കുറിച്ച്
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ സ്വഹീൽ ബുഖാരിയിലെ ഹദീസുല്ലേ, സ്വഹീൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഇർഷാദുസ്സാരിയിട്ടുള്ള കിതാബുലു ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ ഹദീസിനെ കുറിച്ചൊന്നൊരു പലക്കം നോക്കറോ. ഫഹമലഹു അസ്ഹാബുന, ഈ ഹദീസിനെ ചുമത്തി. ഫഹമലഹു, ഈ ഹദീസിനെ ചുമത്തി. അസ്ഹാബുന, ഞങ്ങളെ അസ്ഹാബ് ചുമത്തി. അലൽ വിത്രി, ഇത് രണ്ട് ജോയിന്റ് അല്ല, ഇത് വിതർ നിസ്കാരമായിട്ട് പോടുന്ന റക്കാത്ത് ചൊന്നത്, ഇത് വിതർ നിസ്കാരത്തെ കുറിച്ചായിട്ട് ഇക്കട്. അപ്പൊ വിതർ നിസ്കാരത്തെ മേൽ ചുമത്തി ഞങ്ങൾ അസ്ഹാബു. വ്യക്തമായിട്ട് ഇതേ സ്വഹീൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഇർഷാദു സാരിയിൽ വളരെ വ്യക്തമായിട്ട് ഇമാം ഖസ്സല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നുകൊണ്ടുണ്ട്. ഇനി വേണ അതേ ഇതേ ഹദീസ്, നാലാമത്തെ വിഷയം നോക്കൂ. ഇതേ ഹദീസ് ഒരുപാട് ഫുഖഹാക്കൾ, ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസിലെ തെളിവ് പിടിച്ചിരമേ വിതർ നിസ്കാര പോണുന്ന റക്കാത്തായിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പ് മാക്സിമം പോണുന്ന റക്കാത്തുണ്ടിലേക്ക് പ്രമാണം പിടിച്ചത് ഈ ഹദീസിലെ നോക്കൂ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്ത പണ്ഡിതനല്ലേ, ലോക അംഗീകാരമുള്ള മഹാനല്ലേ, ബഹുമാനപ്പെട്ടവർ തുഹ്ഫത്തുൽ മുഹ്താജുള്ള കിതാബുലോ ചൊല്ലു നോക്കൂ. വാക്സറുഹു, വിതർ നിസ്കാരത്തിൽ ഏറ്റവും കൂടിയത് മാക്സിമം 11 റക്അത്തൻ, ഇത് റക്അത്ത് പോണുന്ന റക്അത്തായിട്ടിക്കട്. ಅದಕ್ಕೆ ಎಂದೇ ಕಾರಣ ಲಿಲ್ ಖಬರಿಲ್ ಮುತ್ತಫഖಿ ಅಲೈಹಿ ಅನ್ ಆಯಿಷ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് വന്ന് ആ ഹദീസായിട്ടിക്കട്. ഏത് ഹദീസ്? മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരി അലാ 11 റക്അത്തൻ ഇല്ലേ, ആ ഹദീസായിട്ട് ഇതൊക്കെ പ്രമാണം. ഏതൊക്കെ പ്രമാണ? വിതർ നിസ്കാര മാക്സിമം പോണുന്ന റക്അത്തുണ്ടിലേക്ക് പ്രമാണ ആ ഹദീസ്. അപ്പൊ ഇമാമീങ്ങ ഈ ഹദീസിനെ എവിടെ കൊണ്ടുവന്നാറ്? അല്ല ഞാൻ ചൊല്ലി ഇത്രയുള്ള ഇമാമീങ്ങ ഇല്ലേ, ബുഖാരി ഇമാം രേഖപ്പെടുത്തിയ ഈ ഹദീസ് തറാവീയെ കുറിച്ചുണ്ടായെങ്കിൽ ഏതെങ്കിലും ഇമാമാണ് ചൊല്ലണ്ടേ, ഇമാമിങ്ങനെ രേഖപ്പെടുത്തണ്ടേ തറാവീയെ നിസ്കാരായിട്ടിരിക്കുന്നുണ്ട്. അത് നോക്കൂ, ഇവിടെ വ്യക്തമായി ചൊന്തു വിതർ നിസ്കാര ഏറ്റവും കൂടുതൽ പോണുന്ന റക്അത്ത് അതൊക്കെ പ്രമാണ ഈ ഹദീസായിട്ടിക്കട്. ഇനി നോക്കറുള്ള ആ ഹദീസിലെ ബാക്കി ഭാഗം ഓർക്കോതുക. എങ്ങനെ അതിലെ റൂപ ചൊല്ലു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഹദീസിലെ റൂപ ചൊല്ലു. യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കട്, അർബഅൻ 4 റക്അത്ത് നിസ്കരിക്കട്. ഫലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, നീനെ ആ പിന്നെ നിസ്കാരത്തെ ഭംഗിയും അതിലെ ദൈർഘ്യം എത്ര നേരം നീണ്ടു നിൽക്കുന്നുണ്ട് അതെന്തും കേൾക്കണ്ട. സുമ്മ യുസല്ലി അർബഅൻ, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കരുത്. ഫലാ തസൽ അൻ ഹുസ്നിഹിന്ന വലാ തൂലിഹിന്ന, അതിലെ ഭംഗിയും അതേപോലെ അതിലെ ദൈർഘ്യവും എത്ര ഉണ്ടോ അതിൽ വിഷയം കേൾക്കണ്ട. അപ്പം ഫസ്റ്റ് 4 റക്അത്ത് നിസ്കരിക്കരുത്, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കരുത്. സുമ്മ യുസല്ലി സലാസൻ, പിന്നെ 3 റക്അത്ത് നിസ്കരിക്കരുത്. ഈ രൂപത്തിലാണ് തറാവീഹ് നിസ്കാരമില്ലേ, 4 റക്അത്ത് നിസ്കാര, പിന്നെ 4 റക്അത്ത്, പിന്നെ 3 റക്അത്ത്, അങ്ങനെ മോല്ലേ? അല്ല, അങ്ങനെയുള്ള നിസ്കാരം വിതർ നിസ്കാര. വിതർ നിസ്കാരം അങ്ങനെ നിസ്കരിക്കുക, ജൻജൻ റക്അത്തായി നിസ്കരിക്കുക. തറാവീഹ് നിസ്കാര 4 റക്അത്ത് ഒരു സലാം കൊണ്ട് നിസ്കരിക്കുക തീറാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി ചൊന്നില്ലേ, അങ്ങനെ നിസ്കരിച്ചെങ്കിൽ അത് സ്വഹീഹാവുല്ല. ഫുഖഹാക്കൾ എല്ലാവരും ചൊന്നാറ് തറാവീഹ് നിസ്കാരം ജൻജൻ റക്അത്തിലെ നിസ്കരിക്കണോ, ജൻജൻ റക്അത്ത് നിയത്ത് വെച്ചിട്ട് ജൻജൻ റക്അത്ത് സലാം വീട്ടിട്ട് അങ്ങനെമേ നിസ്കരിക്കൽ നിർബന്ധമായിട്ടിക്കട്. ആ തറാവീഹ് നിസ്കാരം 4 റക്അത്ത് ഒട്ടിക്ക് നിസ്കരിക്കില്ല, സലബി പള്ളിയിലും നിസ്കരിക്കലില്ല, 4 റക്അത്ത് ഒട്ടിക്ക് നിസ്കരിക്കണം. ഈ നിസ്കാരത്തിൽ ഇതേ ഹദീസിലെ ബാക്കി തറാവീഹ് 8 റക്അത്തിലേക്ക് തെളിവ് പിടിക്കുന്ന ഹദീസിലെ ബാക്കി യുസല്ലി അർബഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കരുത്, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കരുത്, പിന്നെ 3 റക്അത്ത് നിസ്കരിക്കരുത്. അപ്പോൾ ഏതായാലും അത് തറാവീഹ് നിസ്കാരത്തെക്കുറിച്ചല്ലാണ്ട് വ്യക്തമായിട്ട്. 5-ാമത്തെ കാര്യം, ആ ഹദീസിലെ ലാസ്റ്റിൽ ബഹുമാനപ്പെട്ട മഹദിയായും ആയിഷ ബി റളിയല്ലാഹു അൻഹ ചൊല്ലു. ഫഖുൽതു, ഞാൻ കേട്ടെ, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, അതനാമു ഖബ്ല അൻ തൂതിറ, നബിയെ വിതർ നിസ്കരിക്കലേക്ക് മുന്നുള്ള ഉറങ്ങിടമാണ്ട് ഞാൻ കേട്ടെ. അതേ ഹദീസിലെ ബാക്കി, ആ ഹദീസിലെ ബാക്കി. ഖാല യാ ആയിഷ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, ആയിഷ ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, നിന്റെ 2 കണ്ണിങ്ങനെ ഉറങ്ങിടെങ്കിൽ കൽബു ഉറങ്ങില്ല എൻ്റെ ഉത്തരം ചൊന്തു. ഏതായാലും ആയിഷ ബി റളിയല്ലാഹു അൻഹ അവിടെ കേട്ടെന്തേ വിതർ നിസ്കരിക്കേണ്ട വിഷയം. വിതർ നിസ്കാര തങ്ങളെ നിങ്ങൾ ഉറങ്ങടേക്ക് മുന്നുള്ള അല്ല ഉറങ്ങി നിസ്കരിക്കടേക്ക് മുന്നുള്ള വിതർ നിസ്കരിക്കടേക്ക് മുന്നുള്ള ഉറങ്ങടേമാ തനാമു ഖബ്ല അൻ തൂതിറ, വിതർ നിസ്കരിക്കടേക്ക് മുന്നോളൂ നബിയെ തങ്ങൾ ഉറങ്ങടേമാ. അപ്പം നോക്കൂ, അത് വിതർ നിസ്കാരത്തെ കുറിച്ചിട്ട് അതേ ഹദീസിലെ വ്യക്തമാവിടും, അതങ്ങ് ഓതാല. ഇനി നോക്കൂ,
ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുയുടെ വഫാത്തും ആയിഷ ബി റളിയല്ലാഹുവിന്റെ വഫാത്തും നോക്കറില്ല. ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്തിൽ പിന്നല്ലേ ആയിഷ ബി റളിയല്ലാഹു അൻഹു വഫാത്താവിടെ. ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുയുടെ നേതൃത്വത്തിൽ ഇമാമാക്കി നിപ്പാട്ടിയിട്ട് 20 റക്അത്ത് നിസ്കരിച്ചത് എല്ലാ കിതാബിലും ഇല്ലേ. സ്വഹാബാക്കൾ ആ ടൈമിൽ എന്തും മുണ്ടില്ലല്ലോ, എതിരഭിപ്രായമൊന്നുമില്ല. ആയിഷ ബി റളിയല്ലാഹു അൻഹ അത് 8 റക്അത്ത് മാത്രം ഉണ്ടായിടെങ്കിൽ എതിരഭിപ്രായം ചൊല്ലലാന്ത. വേറെ സ്വഹാബിങ് ആരെങ്കിലും എതിരഭിപ്രായം ചൊല്ലലാന്ത, ആരും എതിരഭിപ്രായം ചൊന്നിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ ഹദീസ് തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് ಬಗ್ಗೆ അല്ലേ അല്ല. നോക്കൂ, എത്ര ഒരുപാട് കിതാബുകളുണ്ട്. ഇമാം ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിപ്പാട്ടിട്ട് ഒരുപാട് കിതാബുകൾ വേറെ കിതാബുകളുണ്ട്. സലഫിങ് അംഗീകരിക്കടെ മജ്മൂ ഫതാവ ആരത് സലഫിങ് റഹ്മത്തുള്ളാഹി അലൈഹിൻ ചൊല്ലെ ഒരു 4-5 ആൽമാരിക്കുവാർ. അതിൽ ഏറ്റവും ടോപ്പല്ലേ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ചൊല്ലി ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയുടെ മജ്മൂ ഫതാവ എടുത്തിട്ടേ ഓതുക. ഫഇന്നഹു നിശ്ചയമായും കാര്യം സബത സുബൂത്തായിട്ട് സ്ഥിരപ്പെട്ടിട്ട് അന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാന യഖൂമു ബിന്നാസി 20 റകഅതൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു 20 റകഅത്ത് നിസ്കരിച്ചിട്ടുള്ളത് സ്ഥിരപ്പെട്ടിട്ട് ആര് ചൊല്ലേ എല്ലാ സലഫിങ്ങും അംഗീകരിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഫീ ഖിയാമി റമളാൻ, അതായത് തറാവീഹ് നിസ്കാരത്തിൽ. എന്നിട്ടോ വയൂതിറു ബി സലാസിൻ, ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ട് എന്നിട്ട് ചൊല്ലുക കേൾക്കറോ ഫറഅ കസീറും മിനൽ ഉലമായി അന്ന ദാലിക ഹുവ സുന്ന. ഇതായിട്ട് സുന്നത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്തർ 3 റക്അത്ത് നിസ്കരിക്കുന്ന ഈ രൂപല്ലേ ഇതായിട്ട് സുന്നത്ത്. ഭൂരിഭാഗം ഇമാമീങ്ങ ഉലമാക്കൽ ഈ ഇത് കണ്ടിട്ട് ഇങ്ങനെ സുബൂത്തായ കാരണം കൊണ്ടേ അങ്ങ് അഭിപ്രായപ്പെട്ടാറ്. അപ്പൊ എല്ലാ ഇമാമിങ്ങും ഭൂരിഭാഗം കസീറുമേൽ ഉലമാവ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആര് ചൊല്ലേ സലഫിങ്ങളെ ഏറ്റവും ടോപ്പിലുള്ള ആറ് ഇബ്നു തൈമിയ ചൊല്ലി തീർന്നിട്ടില്ല. ലിഅന്നഹു അഖാമഹു ബൈനൽ മുഹാജിരീന വൽ അൻസാർ. എന്തേ കാരണം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിസ്കരിച്ചരെ മുഹാജിറുകളായ സ്വഹാബികളും അൻസാറുകളായ സ്വഹാബികളും എല്ലാവരും ഇന്നാറ് അങ്ങനെ എല്ലാവരും ഇക്കലോട് കൂടിയായിട്ടിക്കട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചരെ. എന്നിട്ട് നോക്കൂ എന്ന് ചൊല്ലി നോക്കൂ മജ്മൂ ഫതാവ ഇബ്നു തൈമിയ ചൊല്ലേ എല്ലാ സലഫിങ്ങും അർത്ഥാക്കണം. ഇങ്ങനെ അർത്ഥായത് കൊണ്ടായിട്ട് കുറെ സലഫിങ്ങ 8 റക്അത്തിന് പൊട്ടിട്ട് 20 റക്അത്ത് നിസ്കരിക്ക് തുടങ്ങിയത് നോക്കൂ വ്യക്തമാക്കി ചൊല്ലേ. എന്നിട്ട് ചൊല്ലോ വലം യുൻകിറുഹു മുൻകിറുൻ, ഒരാളും അതിൽ ആക്ഷേപിച്ചില്ല. ഒരു ആക്ഷേപിക്കരവണും ഒരു ഇൻകാറാക്കരവണും അതിൽ ഇൻകാറാക്കില്ല. ഒരു സ്വഹാബിയും അതിൽ എതിർത്തില്ല. പിൽക്കാല പണ്ഡിതന്മാരും ഇതിൽ എതിർത്തില്ല. അത് സുബൂത്തായിട്ട് 20 റക്അത്തുള്ളത്. അപ്പൊ വ്യക്തമായിട്ട് ഇത് ആര് ചൊല്ലേ ഇബ്നു തൈമിയ. എല്ലാ സലഫിങ്ങളും അംഗീകരിക്കടെ അങ്ങ് ഷെയ്ഖുൽ ഇസ്ലാം ചൊല്ലി ഇബ്നു തൈമിയ അത്ര വ്യക്തമാക്കി ചൊന്നിട്ടുണ്ട്. ഇനി അവിടെയുള്ള ഒരു വിഷയം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ കിതാബുടെ ഹെഡിങ് ഇട്ട് കിതാബു സ്വലാത്തി തറാവീഹ് അല്ലെങ്കിൽ കിതാബു തറാവീഹിട്ടുണ്ട്. ചില കിതാബു സ്വലാത്തി തറാവീഹിൻ്റെ കണ്ടുകൊണ്ടുണ്ട്. ഏതൊരു മൗലവി കിതാബു സ്വലാത്തു തറാവീഹിൻ്റെ ഓതിയുണ്ട്. സ്വലാത്തു അല്ല സ്വലാത്തി, കാരണം അവിടെ മുലാഫിനില്ല. ഏതോട്ട് കിതാബു സ്വലാത്തി തറാവീഹിൻ്റെ ഇബാറത്ത് ഹെഡിങ് ഇട്ടിട്ടല്ലേ ഈ ഹദീസ് കൊണ്ടുവണ്ടേണ്ട്. അങ്ങനത്തെ ഒരു വിഷയം നോക്കറോ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹെഡിങ്ങിൻ്റെ വിഷയം അറിയാത്തത് കൊണ്ടായിട്ട് പഠിക്കാത്തത് കൊണ്ടായിട്ട് ഒന്നും. രണ്ടാമത്തെ വിഷയം എന്നാൽ വേണ്ട ഒന്നും അത് കാരണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹെഡിങ് ഇട്ട് നോക്കറു കിതാബിയുടെ തുടക്കത്തിൽ നോക്കറു, ബാക്കി എല്ലാം അവിടെ ഇക്കട്ടെ. ബുഖാരി സഹീൽ ബുഖാരിയുടെ തുടക്കമേ നോക്കറുള്ള. ഒന്നാമത്തത് കൈഫ കാന ബദുൽ വഹി. അവിടെ കൈഫ കാന ബദുൽ വഹി, വഹിയുടെ തുടക്കം എങ്ങനെയാണ്ട് ചൊല്ലെ കിതാബു ബാബു അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ട്. എന്നിട്ട് അതിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഹെഡിങ് എന്തേ കൈഫ കാന ബദുൽ വഹി. അപ്പൊ ചെറിയൊരു അതിനാ മുലാബസത്ത് ചെറിയൊരു ബന്ധം ഇന്നെങ്കിൽ ആ ഹെഡിങ്ങിന് കീഴിൽ ഉണ്ട്. ആ ഹെഡിങ്ങിന് കീഴിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് കൊണ്ടുണ്ട്. അവിടെ ഒന്നാമത്തെ വഹി എങ്ങനെ തുടങ്ങിയിട്ടായിട്ട് ഹെഡിങ്. എന്നിട്ട് അതിൽ കൊണ്ട ഹദീസ് ഏത്
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുറാന്റെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അവിടെമേ എല്ലാ ഒരുപാട് ശാരീങ് ആ ഹദീസിനെ വ്യാഖ്യാനിച്ച് ആ ഭാഗം വ്യാഖ്യാനിച്ച് മുഹദ്ദിസീങ് എല്ലാം ചൊന്നാറ് ചെറിയൊരു അതിനാ മുലാബസ ചെറിയൊരു ബന്ധം ഇന്നെങ്കിൽ ആ ഹെഡിങ്ങിൻ്റെ അടിയിൽ പിന്നെ ഹദീസ് കൊണ്ടുണ്ട്. കൂടെ ചെറിയ ബന്ധമുണ്ട്. തറാവീഹ് നിസ്കാരം റമദാനിലായിട്ടിക്കട് റമദാനിലുള്ള തറാവീഹ് നിസ്കാരത്തെ വിഷയം വന്നിട്ടാകുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാക്കിയുള്ള നിസ്കാരം റമദാനിൽ ബാക്കിയുള്ള നിസ്കാരത്തെ വിഷയമെല്ലാം അതിൽ വന്നായിട്ടിക്കട്. ഇനി രണ്ടാമത്തെ വിഷയം കിതാബു തറാവീഹ് അല്ലെങ്കിൽ കിതാബു സ്വലാത്തി തറാവീഹിൻട്ട് അങ്ങനെ ഹെഡിങ് കിട്ടൽ പിന്നെ അതൊക്കെ സൈഡ് ഹെഡിങ് ചൊല്ലുക. അതിൽ ബാബു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത് ബാബു ഫളി മൻ ഖാമ റമദാൻ. റമദാൻ തിങ്കളിൽ നിസ്കരിക്കടെ നാം ജാമ നിസ്കരിക്കടെ ആ ഒരുത്തർ ഫള് ചൊല്ലുടെ എനിക്കെത്തെ ബാബു വേറെ ഒരു സൈഡ് ഹെഡിങ് ഇട്ടിട്ട് അതിൽ 4-5 ഹദീസ് കൊടുത്ത് 4-5 ഹദീസിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കരിച്ചിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തെ ആൾമാർ കൂടിയാൽ രണ്ടാമത്തെ നാളിൽ അതിനാണ്ട് 6 ആൾമാർ കൂടി മൂന്നാമത്തെ നാളിൽ ഭയങ്കര ആൾ കൂടി നാലാമത്തെ നാളിൽ പള്ളിയിൽ നിറോടി ആള് ജാഗിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്നില്ല. പിറ്റേന്ന് സുബഹിക്ക് ചൊന്തു ನಾನು ഇനിയും അങ്ങനെ ಬಂತು നിസ്കാരം അങ്ങനെ തുടർന്നു പോകുന്നുണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ മേലെ ഫർളാക്കുവാന്നൊക്കെ പേടിയായിട്ട് ഭയമായിട്ട് അങ്ങനെ ഫർളാക്കി പിന്നീട് അത് ബുദ്ധിമുട്ടാവുണ്ടല്ലോ ചൊന്തു. അതല്ല ആ ഹദീസെല്ലാം പിന്നെ 5 ഹദീസ് ಅದಕ್ಕೆ മുന്നുള്ള ചൊന്നിട്ടു 6ാമത്തെ ഹദീസായിട്ട് ഈ ഹദീസ് കൊള്ളണ്ടേ. ഇനി ഇതേ ഹദീസ് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു മാലിക് റളിയല്ലാഹുവിന്റെ 30 കിതാബ് മാലിക് റളിയല്ലാഹു ഇമാം ഷാഫി റളിയല്ലാഹു ഉസ്താദല്ലേ. ആ 30 2 ഹെഡിങ് ഉണ്ട്. ഒന്ന് ഖിയാം റമദാൻ തിങ്കളുടെ ഖിയാം റമദാൻ്റെ ഒരു ഹെഡിങ് ഉണ്ടോ, വേറൊരു ഹെഡിങ് ഉണ്ടോ പിന്നെ വിത്ർ നിസ്കാരത്തെ. എന്നിട്ട് മാലിക് റളിയല്ലാഹു ഈ ഹദീസ് കൊണ്ടുണ്ട് വിത്ർ നിസ്കാരത്തെ അവിടെ അർത്ഥാക്കണം കറക്റ്റ്. മാലിക് റളിയല്ലാഹു ഈ ഹദീസ് കൊണ്ടുണ്ട് എവിടെ വിത്ർ നിസ്കാരത്തെ അവിടെ. അപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിലാവും. ആർക്കും ഏത് വ്യക്തിക്ക് മനസ്സിലാവും അത് എന്തിനെ കുറിച്ചൊന്നല്ല, തറാവീഹ് നിസ്കാരത്തെ വിഷയമേ അല്ല, അത് വിത്ർ നിസ്കാരത്തെ വിഷയമായിട്ടിക്കട്. അള്ളാഹു സുബ്ഹാനഹു തആല ഹക്ക് പോലെ മനസ്സിലാക്കുകയും അത് പിൻപറ്റുകയും ബാത്തിൽ പോലെ മനസ്സിലാക്കിയിട്ട് കൈവടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ